കൂട്ടുകാർക്ക് നന്മയുടെയും സമ്പൽ സമൃദ്ധിയുടെയും നല്ലൊരു പുതുവർഷം നേർന്നുകൊണ്ട് നമുക്ക് നേരെ ജാനകിയുടെയും അബിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വിനായകനും രഘുവരനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് രഘുവരനോട് വിനായകൻ പറഞ്ഞേ, അതെ നിന്റെ മോളെ എത്രയും പെട്ടെന്ന് എനിക്ക് കെട്ടിച്ചോണെന്ന് പറയാം. അല്ല വിനായക, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ എന്താ ചെയ്യുക? നീ ഒന്ന് ആലോചിച്ച് നോക്കേ. അവൾ എന്റെ കസ്റ്റഡിയിലില്ല. എനിക്കറിയാടോ നിന്റെ കസ്റ്റഡിയിലില്ലെന്ന്. പക്ഷെ അവളെ എത്രയും പെട്ടെന്ന് അവിടുന്ന് പൊക്കിക്കൊണ്ടുവന്ന് എനിക്ക് കൈമാറണം. ഞാൻ വല്ല ക്ഷേത്രത്തിലോ എവിടെയെങ്കിലും വെച്ച് അവളുടെ കഴുത്തിലൊരു താലി ആർത്തിക്കളാം. പിന്നെ അവളെ എനിക്ക് സ്വന്തമാണെന്ന് പറയാം. വിനായക, ഇങ്ങനെ പറയരുത്. അവളെ അത്രയും പെട്ടെന്ന് കടത്തിക്കൊണ്ട് വരാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല. അവള് ആ അബിയുടെ അടുത്താന്ന് എനിക്ക് തോന്നണെന്ന് പറയാം. എവിടെയാണെങ്കിലും കുഴപ്പമില്ല. എന്റെ എന്തെങ്കിലും സഹായം വേണം നീ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു കുറച്ച് പണം പോക്കറ്റിൽ നിന്ന് എടുക്കുകയാണ്. പിന്നീട് അത് രഘുറാമിന്റെ കയ്യിലേക്ക് കൊടുത്ത് രഘുവന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇതും കൂടെ പിടിക്കാൻ പറയണം. ഇത് കൊലപ്പണമാന്നുള്ള കാര്യം അറിയാലോ. നീ എനിക്ക് മകളെ തന്നില്ലെങ്കിൽ ഈ വിനായകൻ ആരാന്നുള്ള സത്യം നീ അറിയാൻ പോകുന്നുള്ളൂ. ഇത്രയും നാളത്തെ പോലെയല്ല. ഇതിനു മുമ്പ് നീ അവളുടെ പേര് പറഞ്ഞ് കുറെ പണം എന്റെ നിന്ന് വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇത് അതുപോലെ ആയിരിക്കില്ല രഘുവരാം. ശരിക്കും നീ കളി കാണാൻ പോകുന്നുള്ളെന്ന് പറയണം. രഘുവരൻ വല്ലാത്തൊരവസ്ഥയെ നിൽക്കുകയാണ്. ഒരു കാര്യം ചെയ്യാം, നിന്റെ കൂടെ ഞാനും വരാം. നമുക്ക് രണ്ടുപേർ കൂടെ അവളെ കൊണ്ടാൻ പോവാന്ന് പറയണം. അല്ല രഘുവര, അത് പിന്നെ വിനായക, അത് പിന്നെ വേണ്ട വേണ്ട, നീ കൂടുതലൊന്നും പറയണ്ട. എനിക്കറിയാം നിന്നെ അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയണം. ആ സമയം ഡേവിഡിന്റെ അടുത്തേക്ക് സക്കീർ വക്കീൽ എല്ലുവാണ്. സക്കീർ വക്കീൽ എന്നിപ്പോ ഡേവിഡ് ചാഹ കുറെ കാലമല്ലേ വക്കീലെ കണ്ടിട്ടെന്ന് ചോദിക്കണം. അത് പിന്നെ ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയാം. അല്ല ഡേവിഡ് അല്ലേ എല്ലായിരുന്നു ഇവിടെ ഇല്ലായിരുന്നു. ആ കുറച്ചു നാൾ ഞാൻ പുറത്തൊക്കെ ആയിരുന്നു, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുമായിരുന്നു പറയാം. അല്ല ഇപ്പോഴെന്താ പെട്ടെന്ന് അങ്ങ് കാണാനായിട്ട്? അത് പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്, ഡേവിഡിനോട് ചോദിക്കാണ്ടെന്ന് പറയാം. എന്ത് കാര്യങ്ങൾ? അല്ല ആ സൂര്യ സാറിന്റെ പ്രോപ്പർട്ടിയെ കുറിച്ച്, ആ മൂന്നാർ റിസോർട്ടിനെ കുറിച്ച്, അതൊക്കെ ഡേവിഡിന് അറിയാവുന്ന കാര്യമല്ലേ? ഡേവിഡ് ആയിരുന്നല്ലോ അതൊക്കെ നോക്കി നടത്തിക്കൊണ്ടിരുന്നേ. ഡേവിഡ് അതിന്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കാം. അല്ല വക്കീൽ ഉദ്ദേശം എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. അതായത് അത് ആരുടെ പേരിലാന്നും അതിനെക്കുറിച്ച് ആരോടെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക. ഇല്ല, ഞാൻ ആരോട് സംസാരിച്ചിട്ടില്ല. അല്ല അതിന്റെ ആധാരത്തിന്റെ കോപ്പി ആരെങ്കിലും കാണിച്ചിട്ടുണ്ടോ? ഏയ് ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യുവോ? ഞാൻ ചെയ്തിട്ടില്ലെന്ന് പറയാം. എന്താ വക്കീൽ സാറേ ഇപ്പൊ കാര്യം? അത് പിന്നെ അത് ലീക്കായെന്ന് പറയണം. ആ വിശ്വനാഥൻ തമ്പി അത് പുറത്താക്കിയിട്ടുണ്ട്. അങ്ങനെ ആകെപ്പാടെ പ്രശ്നമായിട്ടിരിക്കുക അളകാപുരിയില്. ഇപ്പൊ എല്ലാരും പറഞ്ഞു അതിനെക്കുറിച്ചൊക്കെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഡേവിഡ് പറഞ്ഞു, ഇല്ല ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലെന്ന് പറയാം. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഫ്രണ്ട്സിനോടോ വീട്ടുകാരോടോ അങ്ങനെ ആരോടെങ്കിലും. ഇല്ല ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് 3 പേർക്കും അറിയാവുന്ന ആ രഹസ്യം അതെങ്ങനെ പുറത്തു വന്നു? അതും ആധാരത്തിന്റെ പകർപ്പ് സഹിതം വന്നിരിക്കുന്നതെന്ന് പറയാണ്. അത് കേട്ടോ ഡേവിഡ് ഒന്ന് ആലോചിച്ചു. പിന്നെ ഡേവിഡ് പറഞ്ഞു, ഇപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട്. ഇവിടെ വെച്ചല്ല, വിദേശത്ത് വെച്ച് അങ്ങനെ ഒരു സംസാരം ഉണ്ടായിരുന്നു പറയണം. വിദേശത്ത് വെച്ചോ? അതൊക്കെ നമുക്ക് സംസാരിക്കാം വരാനും പറഞ്ഞുകൊണ്ട് അങ്ങനെ അയാളെയും കൂട്ടിക്കൊണ്ട് വക്കീലിനെയും കൂട്ടിക്കൊണ്ട് ഡേവിഡ് അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയത്ത് രഘുവരൻ വേറെ ഗത്യന്തരം ഇല്ലാതെ തമ്പിനെ വന്ന് കാണുവാണ്. തമ്പിയോട് പറഞ്ഞു, അതെ തമ്പി സാറേ, എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ മോള് ലച്ചുവിനെ വേണമെന്ന് പറയാം. എടാ അതിനിപ്പോ നിന്റെ മോള് എന്റെ കയ്യിൽ ഇല്ലല്ലോ എന്ന് പറയാം. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അവളെ എനിക്ക് എത്രയും പെട്ടെന്ന് വീണ്ടെടുത്ത് തരണം. എടാ അവളെ അബിയുടെയും ജാനിയുടെയും വീട്ടിലാ. അവിടെ പോയി ഞാൻ എങ്ങനെയാണ് അവളെ കൂട്ടിക്കൊണ്ട് വരുന്ന ചോദിക്കാം. ഇത് സംബി സാറേ, അവളെ കിട്ടിയില്ലെങ്കിൽ ആ പട പ്രശ്നവും. എടാ രഘുവര, എനിക്കറിയാം നീ എന്തിനാ അവളെ അന്വേഷിക്കുന്നുള്ളേ. നല്ലതിന് വേണ്ടിട്ടൊന്നും അല്ലോ. എടാ അവൾ അവിടെ വല്ല അടുക്കളപ്പണിയും ചെയ്ത് ജീവിക്കട്ടെ. നിന്നെക്കാളും പ്രായമുള്ള ആ വിനായകന് വേണ്ടി കല്യാണം കഴിപ്പിച്ചു വിടാനല്ലേടാ ആ കൊച്ചിനെ നീ അന്വേഷിക്കുന്നേ. എടാ നീ ഒരു അച്ഛനല്ലേ, നിനക്ക് എങ്ങനെ തോന്നടാ ഇനി ക്രൂരത ചെയ്യാനായിട്ട്? ആ കൊച്ചവിടെ സന്തോഷത്തോടെ കഴിയട്ടെ. നീ വെറുതെ അതിനെ പിടിച്ചു വലിച്ചോണ്ട് വന്ന് അതിന്റെ ജീവിതം നശിപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കാം. ഇത് കേട്ടതിന് രഘുവരൻ പറഞ്ഞു, ഇതൊന്നും പറഞ്ഞാൽ പറ്റില്ല സാറേ, എനിക്ക് അവളെ കിട്ടിയാൽ മതിയാവുള്ളൂ പറയാം. എന്നാ നീ കുറെ ബുദ്ധിമുട്ടുമായിരിക്കും. എനിക്ക് ഇതിനകത്തൊന്നും പറയാനില്ല, എനിക്ക് കുറച്ച് തിരക്കുണ്ട്, ഞാൻ പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അയാൾ അങ്ങോട്ട് പോവാണ്. ഈ സമയം രഘുവരന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത ഒരവസ്ഥയില് രഘുവരൻ നിൽക്കുകയാണ്. ഇനിയിപ്പം വിനായകനോട് എന്ത് ചെയ്യുന്നു പറയും. ഇയാളാണെങ്കിൽ അമ്പനും വില്ലിനും അടുക്കുന്ന ലക്ഷണവും കാണുന്നില്ല. പിന്നീട് അബി ഒരുങ്ങി വരുവാണ്. അപ്പോഴേക്കും ജാനകി അങ്ങോട്ട് വന്നു. ജാനകിയോട് അബി വെച്ചു, അല്ല ലച്ചു എന്തേന്ന് ചോദിക്കുക. ലച്ചു റെഡി ആയിക്കൊണ്ടിരിക്കുവാന്ന് പറയാം. ഇന്ന് ആദ്യത്തെ ദിവസം അവള് പോകുന്നല്ലേ, അപ്പൊ നന്നായിട്ട് ഒരുങ്ങട്ടെ എന്ന് പറയാ. കാരണം വലിയ വലിയ ആൾക്കാരും കുട്ടികളൊക്കെ പഠിക്കുന്ന സ്ഥലമല്ലേ, അപ്പൊ അതിൻ്റെതായ രീതിക്ക് വേണ്ടേ നമ്മളെ മോളും പോകാനെന്ന് പറയാണ്. പിന്നീട് അബി പറഞ്ഞു, അത് ശരിയാ, നല്ല രീതിയിൽ തന്നെ പഠിക്കണം. കാരണം മേനോൻ സാറിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു അഡ്മിഷൻ കിട്ടാന്ന് പറഞ്ഞാൽ പ്രയാസമുള്ള കാര്യമാണ്. ഇപ്പം മെറിറ്റ് അടിസ്ഥാനത്തിലാണ് അവൾക്ക് കിട്ടിയിരിക്കുന്നത്. അവളുടെ ലച്ചുവിന്റെ ആ പേപ്പർ കാണിച്ചപ്പോ തന്നെ, മാർക്ക് ഷീറ്റ് കാണിച്ചപ്പോ തന്നെ മേനോ സാർ പിന്നെ ഒന്നും നോക്കില്ല, കുട്ടീനെ കൊണ്ടുവരാനാ പറഞ്ഞെന്ന് പറയാം. 10ാം ക്ലാസ്സിലെ അല്ലേ നോക്കുന്നേ, +2ന്റെ അല്ലേ നോക്കുന്നേ, അതുകൊണ്ട് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ലെന്ന് പറയാം കാര്യങ്ങൾക്കൊക്കെ. അപ്പോഴേക്കാണ് ലച്ചു അങ്ങോട്ട് ഒരുങ്ങി വരുന്നേ. പൊന്നു ആ കൂടെ വരുവാണ്. ലച്ചു വന്നതും ജാനകി പറഞ്ഞു, അതെ അമ്മൂമ്മനെ അമ്മേനെയൊക്കെ മനസ്സിൽ വിചാരിച്ച്
സർവ്വദേവങ്ങളോട് പ്രാർത്ഥനയോടുകൂടി ഇറങ്ങിക്കോളാൻ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ലച്ചു പെട്ടെന്ന് അബിയുടെ കാല് തൊട്ട് വന്ദിക്കുവാണ്. ഇപ്പൊ എന്റെ എല്ലാം അബിയേട്ടനും ജാനിയടുത്തിയാന്നും പറഞ്ഞുകൊണ്ട് പിന്നീട് ജാനകിയുടെ കാല് തൊട്ട് വന്ദിച്ച് അനുഗ്രഹം മേടിക്കുക. ജാനകി കെട്ടിപ്പിടിച്ച് നിറയലൊരു ഉമ്മയെ കൊടുക്കുക. നന്നായി വരും മോള്, നന്നായിട്ട് പഠിക്കണം. ഇതെന്ന് പറയുമ്പോൾ മോൾക്ക് ഒരു 2ാം ജന്മം ഒന്ന് കൂട്ടിയാൽ മതി. അറിയാലോ, നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പ്രതിഫലം കിട്ടുള്ളൂ. അതിനു വേണ്ടിയിട്ട് മോള് നന്നായിട്ട് കഷ്ടപ്പെടണം. അവൾ ഡോക്ടർ ആണെന്ന് പറയണം. ഞാൻ ഏറ്റു ജാനിയടുത്തി, എനിക്കറിയാം നിങ്ങൾ എനിക്ക് വേണ്ടി എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന്. അതാണ് ഒരു കാരണവശാലും ഞാൻ ഉഴപ്പത്തൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ലച്ചു പോവാണ്. കൂടെ അഭി പറഞ്ഞു എന്നാൽ ശരി ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ ഇങ്ങോട്ട് പോവാണ്. അങ്ങനെ പോണ സമയത്താണ് വിനായകനും രഘുവരനും കൂടെ ഒരു കരിക്ക് കുടിച്ചോണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആ കാർ അങ്ങോട്ട് പോകുന്നുണ്ടപ്പം വിനായകൻ ആ കാഴ്ച കണ്ടു. അതിനകത്ത് ലച്ചു ഇരിക്കുന്നുണ്ട്. എടാ വിനായക, ഇത് നിന്റെ മകള് ലച്ചു അല്ലേന്ന് ചോദിക്കുകയാണ്. ഏത്? അല്ല, കാറിനകത്ത് പോയത്. അയ്യോ ഞാൻ കണ്ടില്ല എന്ന് പറയണം. ഇത്തോട്ടും വാടാ കേരളാന്ന് പറയണം. ആ കാറിനെ ഫോളോ ചെയ്യാം, അതിനകത്ത് അഭിയായി ഇരിക്കണേന്ന് തോന്നിയെന്ന് പറയണം. അങ്ങനെ അവർ ആ കാറിനെ ഫോളോ ചെയ്ത് അങ്ങോട്ട് പോവാണ്. ആ സമയം ഭയങ്കര സന്തോഷത്തോടെ ഒരു സുമംഗലാമ അപർണയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. അപർണയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അതേ ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന് പറയാം. എന്ത്? അവളുടെ ശല്യം തീർന്നു പറയാം. ആരുടെ? ലച്ചുവിന്റെ ലച്ചുവിനെ കൊണ്ട് അഭി രാവിലെ പോയെന്ന് പറയണം. അല്ല, ഇതാരാ മുത്തശ്ശിയോട് പറഞ്ഞേ? എന്നോട് പറഞ്ഞ നളിനിയാന്ന് പറയാ. ആഹാ കൊള്ളാലോ, അപ്പൊ അവളെ എവിടെയോ കൊണ്ടേ വിടാൻ പോയിട്ടുണ്ടല്ലേന്ന് ചോദിക്കണം. അതെ, അങ്ങനെ അവളുടെ ശല്യം തീർന്നു പറയാം. അപ്പോഴേക്കാണ് പൊന്നു അങ്ങോട്ട് വരുന്നത്. പൊന്നുവിനോട് മുത്തശ്ശി പറഞ്ഞു, നിന്റെ കാര്യം ഏകദേശം തീരുമാനമായി. ഇനിയിപ്പൊ നിന്നോടൊപ്പം കളിക്കാൻ ആരുണ്ടാവും? നിന്റെ ലച്ചു ചെറിയമ്മനെ കൊണ്ടേ വിടാൻ പോയില്ലേ നിന്റെ അച്ഛനെന്ന് ചോദിക്കുക. എവിടെ കൊണ്ടേ വിടാൻ പോയി? എന്റെ ലച്ചു ചെറിയമ്മനെ കോളേജിൽ കൊണ്ട് ചേർക്കാൻ പോയതാന്ന് പറയാണ്. കോളേജിൽ ചേർക്കാനോ? ഏത് കോളേജില്? ഒരു നിമിഷം അപർണയും സുമകലം ഞെട്ടിപ്പോണ്. അതെ, ഡോക്ടർ ആനായിട്ടാ എന്റെ ലച്ചു ചെറിയമ്മ പഠിക്കണേന്ന് പറയണ്. ഡോക്ടർ ആനോ? പെട്ടെന്ന് സുമകല പറഞ്ഞു, ഇല്ല അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയണം. അപർണ പറഞ്ഞു, എന്താ മുത്തശ്ശി കളിക്കണേന്ന് ചോദിക്കുക. ഇല്ല മോളെ, ഇത് ഇവള് വെറുതെ എന്തൊക്കെയാ പറയണെന്ന് പറയാം. വെറുതെ അല്ല, സത്യാ പറഞ്ഞേ, അന്നിന് ചേർക്കാൻ കൊണ്ടായതാന്ന് പറയാം. ഇത് കേട്ട് സുമംഗലിക്ക് സഹിച്ചില്ല. ഓഹോ അങ്ങനെയാണല്ലേ, ഇങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല ഞാൻ. കണ്ട അനാഥ പിള്ളേരെ വിദ്യാഭ്യാസം ഏറ്റെടുത്ത് അവരെ പഠിപ്പിച്ചാലും ഒരു കാരണവശാലും ഇവളെ പഠിപ്പിക്കാൻ സമ്മതിക്കില്ല. കുടുംബത്തിന് പേരുദോഷം ഉണ്ടാക്കി പോയ ഒരാളുടെ മകളാണിത്. ഒരു കാരണവശാലും ഇവളെ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നില്ല. പെട്ടെന്ന് അപർണ പറഞ്ഞു, അവളുടെ പഠിപ്പ് മുടക്കണം മുത്തശ്ശി എന്ന് പറയണം. അത് ശരിയാ, എങ്ങനെയെങ്കിലും അത് മുടക്കണം. അതിനുള്ള വഴി നമുക്ക് ആലോചിക്കാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ്. പിന്നീട് ഉണ്ണിത്താൻ വക്കീല് നേരെ അളകാപുരിയിലേക്ക് വരുവാണ്. അപ്പോഴേക്കും നിരഞ്ജനയൊന്നു, ആഹാ എന്ത് പറ്റി അച്ഛാ? ഈ വഴിക്കൊക്കെ കുറെ നാളായല്ലോ അച്ഛനെ കണ്ടെന്ന് പറയണം. വരേണ്ട ആവശ്യം വന്നാൽ വരാതിരിക്കാൻ പറ്റുമല്ലോ. എന്നോടൊപ്പം ആ തമ്പിയും കൂടെ വരായിരുന്ന, പക്ഷെ തമ്പിക്ക് എന്തോ അർജന്റുണ്ടെന്ന് പറഞ്ഞ് തമ്പി പോയെന്ന് പറയണം. അല്ല എന്ത് പറ്റി ഇപ്പൊ? ഈ വരവിന്റെ ചില കാര്യങ്ങളൊക്കെ എനിക്ക് സംസാരിക്കാനുണ്ട്. എന്തിയെ? നിന്റെ അച്ഛൻ എന്തിയാ? സൂര്യനാരായണൻ എന്തിയെന്ന് ചോദിക്കുക. അച്ഛനകത്തുണ്ട് എന്ന് പറയണം. എനിക്ക് അയാളെ കാണണ്ടെന്ന് പറയും. ഇത് കേട്ടതും നിരഞ്ജന വക്കീലിനോട് പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാച്ചാ, വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാ വന്നിരിക്കുന്നെങ്കിൽ അത് വേണ്ട. എനിക്കിവിടെ ഒരു കുഴപ്പമില്ല, ഞാൻ സ്വസ്ഥതയോടെ സമാധാനത്തോടെ കഴിയുന്നേ. വെറുതെ അച്ഛനോട് ചോദിച്ച് ഓരോന്നും മേടിച്ച് കെട്ടി പോണ്ട, അതിന്റെ കാര്യമില്ല. അച്ഛൻ ഇപ്പൊ ഇങ്ങോട്ട് വരേണ്ട ഒരു കാര്യമില്ലായിരുന്നു. അച്ഛൻ്റെ വഴക്കുണ്ടാക്കാനാ വന്നെങ്കിൽ ഒരിക്കലും ഞാനത് അംഗീകരിക്കാൻ പോകുന്നില്ലെന്ന് പറയണം. ഇത് കേട്ടോണ്ടാണ് അങ്ങോട്ടേക്ക് സൂര്യനാരായണൻ പറഞ്ഞു, ആഹാ വക്കീലോ, ഇരിക്കാൻ പറയണം. അങ്ങനെ നമ്മുടെ വക്കീൽ അങ്ങോട്ട് ഇരിക്കുകയാണ്. ഈ സമയം നിരഞ്ജനോട് പറഞ്ഞു, മോള് ചായ എടുക്കാൻ പറയണം. അപ്പം നിരഞ്ജനോട് വക്കീലോട് വേണ്ട, എനിക്കിപ്പോ ചായ ഒന്നും വേണ്ടാന്ന് പറയണം. അല്ല എന്ത് പറ്റി വക്കീലെ, ഈ വഴിക്കൊക്കെ വരാതിരിക്കാൻ പറ്റുമോ? അതുപോലത്തെ കാര്യങ്ങളൊക്കെ അല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് കാര്യങ്ങള്? ഞാനൊന്നും അറിഞ്ഞില്ലോ. ഓ ഇപ്പൊ സൂര്യനാരായണൻ ഒന്നും അറിഞ്ഞിട്ടില്ല അല്ലേന്ന് ചോദിക്കുകയാണ്. എന്ത് കാര്യം? ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയണം. അത് ആ റിസോർട്ടിന്റെ കാര്യം. ആ റിസോർട്ടിന്റെ കാര്യത്തില് നിങ്ങളെടുത്ത തീരുമാനം ശരിയായില്ലെന്ന് പറയണം. ഓഹോ അപ്പൊ അതാണ് കാര്യം. അല്ല ഇതൊക്കെ എന്തിനാ വക്കീൽ ഇവിടെ വന്ന് സംസാരിക്കണമെന്ന് ചോദിക്കും. അതെ, എന്റെ മരുമോന് എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ട എനിക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല സൂര്യനാരായണ, അതുകൊണ്ട് ഞാൻ വന്നാന്ന് പറയണം. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. അജയ് പറഞ്ഞിട്ടാണ് വക്കീലിന്റെ വരവ് ഇങ്ങോട്ട്. പെട്ടെന്ന് സൂര്യനാരായണൻ പറഞ്ഞു, അതെ ആ റിസോർട്ട് എന്റെ പേരിൽ ഉണ്ടായിരുന്ന, അതിപ്പോ ഞാന് എന്റെ മക്കൾ ഒരാൾക്ക് എഴുതി കൊടുത്തു. കുറച്ച് പ്രോപ്പർട്ടി എന്റെ മക്കൾ കൊടുത്തു നോർത്തോണ്ട് ആർക്കിപ്പോ എന്താ കുഴപ്പമെന്ന് ചോദിക്കുക. വക്കീല് പറഞ്ഞു, അതെ ഞാൻ മാത്രമല്ല ഇങ്ങോട്ട് വരാനിരുന്നേ, തമ്പിയും കൂടെ ആയിരുന്നു. പക്ഷെ തമ്പി ചില കാരണത്താല് വരാൻ പറ്റിയില്ലെന്ന് പറയണം. ഞങ്ങളുടെ രണ്ടുപേരുടെ മക്കളെ ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടിട്ടുണ്ട്. അപ്പൊ അവരുടെ നിലനിൽപ്പ് സുരക്ഷിതത്വം ഞങ്ങൾക്ക് ആവശ്യമല്ലേ? ഇത് കേട്ടപ്പോ സൂര്യനാരായണൻ പറഞ്ഞു, ഇവിടെ എന്താ കുഴപ്പമിരിക്കുന്നത്? ഇവിടെ കുഴപ്പമുണ്ടെന്നല്ല പറഞ്ഞേ, ഒരു മകന്റെ പേർക്ക് തന്നെ അത് എഴുതി വെച്ചാൽ ശരിയായില്ല. അത് മാത്രല്ല ഈ പറയുന്ന അഭി ആരാ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട സൂര്യനാരായണൻ പറഞ്ഞു, ഇത് ചോദിക്കാനാണ് വക്കീൽ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലായിരുന്നു. എന്റെ സ്വത്ത് ഞാൻ ഇഷ്ടമുള്ളവരുടെ പേര് എഴുതി വെക്കും, അത് വക്കീൽ എന്തിനാ അറിയണ്ടേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും വക്കീല് പറഞ്ഞു, നിങ്ങളുടെ മകൻ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ വന്ന് ചോദിക്കുന്നേ എന്ന് പറയണം. ഇത് കേട്ട സൂര്യനാരായണൻ പറഞ്ഞു, കൂടുതൽ എനിക്കൊരു എക്സ്പ്ലനേഷൻ തരേണ്ട കാര്യമില്ല നിങ്ങളോട്, എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ചെയ്യുമെന്ന് പറയണം.
ഒരു പക്ഷേ നിങ്ങൾക്കൊരു മകൻ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മകളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, നിങ്ങൾ അവരുടെ പേരിൽ കുറച്ച് സ്വത്തുക്കൾ എഴുതി വെച്ചാൽ ഞാൻ വന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുവോ വക്കീലെന്ന് ചോദിക്കുക. ഇത് കേട്ടതും വക്കീല് പറഞ്ഞു, അല്ല എനിക്കിപ്പോ ഒരു മകളല്ലേ ഉള്ളൂ, അതും പോരാഞ്ഞിട്ട് അതെന്റെ ആദ്യത്തെ കുടിയിലുള്ള മോള, ഒറ്റ മോള എനിക്കുള്ളൂ, എനിക്ക് രണ്ടും മൂന്നും കുടികളൊന്നും ഇല്ല. പക്ഷെ നിങ്ങളുടെ കാര്യം അങ്ങനെയല്ലല്ലോ എന്ന് പറയാം. ഇത് കേട്ട് സൂര്യനാരായണൻ വല്ലാത്ത ടെൻഷനായിപ്പോയി. സൂര്യനാരായണൻ ചാടി ഇങ്ങോട്ട് എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, വീട്ടിൽ വന്ന് കിടന്ന് മര്യാദകേട് പറയരുത്. അഭി എന്റെ മോൻ തന്നെയാണ്, എന്റെ മൂത്ത മോനാണ് അവന്. അവന്റെ പേര് സ്വത്ത് എഴുതി വെച്ചെന്ന് ഓർത്തോണ്ട് എനിക്കൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. ഇത് കേട്ടതും വക്കീൽ പറഞ്ഞു, അത് ശരിയായ നടപടിയല്ലെന്നാ ഞാൻ പറഞ്ഞു. നിരഞ്ജന പറഞ്ഞു, അച്ഛൻ എന്തൊക്കെയാ പറയണേ, അച്ഛൻ ഇങ്ങോട്ട് വന്നേ ശരിയായില്ല. അത് മാത്രമല്ല സ്വത്തുക്കളെ കുറിച്ച് ഒരു കാരണവശാലും അജയന്റെ അച്ഛനോട് സംസാരിക്കാൻ പാടില്ലായിരുന്നു പറയണം, അതിന്റെ ആവശ്യമില്ല എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വക്കീൽ പറഞ്ഞു, ഇതങ്ങനെ ഞാൻ വിട്ടുകൊടുക്കാനായിട്ട് പോകുന്നില്ല, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. സൂര്യനാരായണൻ പറഞ്ഞു, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും വക്കീൽ സാറേ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്റെ സ്വത്ത് ഞാൻ ഇഷ്ടമുള്ളവർക്ക് എഴുതി കൊടുക്കും, അതെന്റെ തീരുമാനമാണ്. എന്റെ കാലശേഷം അത് അഭിക്കായിരിക്കും, അതിനകത്ത് ഇപ്പോൾ ഒരു തെറ്റും കുറ്റവും ഞാൻ കാണുന്നില്ലെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം വക്കീല് പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ പറയാം, പക്ഷെങ്കിൽ എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. കോടികളുടെ മുതലല്ലേ മൂത്ത മോൻ അങ്ങനെ കൊടുത്തേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം സൂര്യനാരായണൻ പറഞ്ഞു, അവൻ ഉണ്ടാക്കിയത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ അളകാവരും മൊത്തം അവന്റെ പേർക്ക് എഴുതി കൊടുത്താലും തീരില്ല. അമ്മാതിരി അവൻ ഈ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്, അറിയാവോ? പിന്നെ നാളെ ഒരു കാലത്ത് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവൻ അനാഥനായി പോവല്ലേ. നാളെ അവൻ ആരാന്നുള്ള സത്യം ഞാൻ മരിച്ചതിന് ശേഷം നിങ്ങളെല്ലാവരും അറിയുന്നെങ്കിൽ അവനൊന്നും കൊടുക്കാതെ അവനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. അത് ഒന്നും നടക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മുൻകൂർ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്ന് പറയാം. ഉണ്ണിത്താൻ പറഞ്ഞു, എന്തിന്റെ പേരിലാണെങ്കിൽ ഇതങ്ങ് ശരിയായ കാര്യം അല്ലെന്ന് പറയാണ്. വക്കീൽ സാർ പോകാൻ നോക്ക്, ഇതിന്റെ പേരിൽ ഇവിടെ നിൽക്കണ്ട, അത് ഞാൻ റദ്ദാക്കാനും പോകുന്നില്ല. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാം, കൂടുതൽ പറഞ്ഞുകൊണ്ട് നിൽക്കണ്ട, പോകാൻ പറയണം. അവസാനം നിരഞ്ജന പറഞ്ഞു, അച്ഛനൊന്ന് പോകുന്നുണ്ടോ? ദേ അച്ഛന് വേണ്ടിയിട്ട് ഞാൻ അച്ഛനോട് മാപ്പ് ചോദിക്കും കേട്ടോ, എന്റെ അച്ഛന് ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് പറയണം. അതൊന്നും കുഴപ്പമില്ല മോളേന്ന് സൂര്യനാരായണൻ പറയണം. അങ്ങനെ വക്കീൽ അങ്ങോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ടേക്ക് ജാനകി വരുവാണ്. ജാനകിയെ കണ്ടു കഴിഞ്ഞപ്പം വല്ലാത്തൊരു സങ്കടം ഉണ്ടായി സൂര്യനാരായണൻ. അപ്പൊ ഈ സമയം ഉണ്ണിത്താന്റെ പുറകെ നിരഞ്ജന അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. ജാനകി പറഞ്ഞു, എന്തിനാ അച്ഛൻ എന്തിന്റെ വയ്യാവയിലേക്ക് പിടിക്കേണ്ട കാര്യമുണ്ടോ? ആ സ്വത്തുക്കൾ ഞങ്ങൾക്ക് പേർക്ക് എഴുതി തരാതിരിക്കുവായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടാവായിരുന്നു ചോദിക്കുക. അതൊന്നും കുഴപ്പമില്ല മോളെ, അതൊക്കെ എന്തിനാന്ന് പിന്നീട് മോൾക്ക് ഒരു ദിവസം മനസ്സിലാവും. പിന്നെ ഒരു കാര്യമുണ്ട്, മോൾക്ക് ഈ സമയത്ത് വേണം നല്ല ധൈര്യമാണ്. ഒന്നേലും മോള് തളർന്നു വീഴില്ല, പിടിച്ചു നിൽക്കണം ഈ കുടുംബത്തില് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കേട്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു പുതുവർഷം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.